ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ബോർഡ് എക്സാമിനും എല്ലാ എക്സാംസിനും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഞാൻ ഇതിന്റെ കോൺസെപ്റ്റും പറയും, അതുപോലെ തന്നെ ഇവിടെ ആവശ്യമുള്ള എല്ലാ ചോദ്യങ്ങളും പഠിപ്പിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ക്വസ്റ്റ്യൻസും ഈ കാണുന്ന കോൺസെപ്റ്റുമാണ് എല്ലാ മക്കളും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. വേറൊന്നും നമുക്കെന്താണ് ആവശ്യവും ഇല്ല. കേട്ടോളൂ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നു എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ പഠിക്കാം. ഇതാണ് മക്കളെ x⁻20. ഞാൻ അവനെ y എന്ന് ഇവിടെ വിളിച്ചു. ചോദ്യം, y എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അഥവാ x⁻20യുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എന്താ എന്റെ മീനിങ്? ഇത്രേ ഉള്ളൂ. 2 വട്ടം ഡെറിവേറ്റീവ് എടുക്കുക. എന്താണ്? 2 വട്ടം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മീനിങ്. 2 വട്ടം, 2 ടൈംസ്. അപ്പൊ ചോദിക്കും 3 വട്ടം എന്ത് പറയും? തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പൊ 4 വട്ടം ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ കാണുന്ന ഓർഡർ എന്ന് പറയുന്നത് എത്ര വട്ടം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മീൻസ് വി വാണ്ട് ടു ടേക്ക് ഡെറിവേറ്റീവ് 2 ടൈംസ്. ആദ്യമായിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു dy/dx എഴുതി. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് dy/dx. x⁻20 ഡെറിവേറ്റീവ് മക്കളെ 20 x⁻19. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. x⁻n nx⁻n-1. സെക്കൻഡ് ഓർഡർ കാണാൻ വേണ്ടി നോക്കി എല്ലാവരും dy/dx എഴുതി. പക്ഷേ സെയിം നൊട്ടേഷൻ പറ്റൂല. സെക്കൻഡ് ഓർഡർ 2 ആണെന്നറിയ നമ്പർ അല്ലേ. നമ്മൾ ഇതേ മേലെയുള്ള ഇവിടെ 2 എന്ന് എഴുതി, ഡിയുടെ മേൽ 2, അതുപോലെ തന്നെ എക്സിന്റെ മേലെയും 2. എങ്ങനെ വായിക്കും? d²y/dx² എന്ന് വായിക്കും. ഇനി തേർഡ് ഓർഡർ ആണെങ്കിലോ നമ്മൾ dy/dxൽ എവിടെ 3 എഴുതും? ഡിയുടെ മേലെ 3, എക്സിന്റെ മേലെ 3. എങ്ങനെ വായിക്കും നമ്മൾ? d³ y/dx³. അപ്പൊ ഫോർത്ത് ഓർഡർ ആണെങ്കിൽ d⁴y/dx⁴. ഇങ്ങനെയാ വേണ്ടേ. അപ്പോൾ ഈ കാണുന്ന നൊട്ടേഷൻ എല്ലാവർക്കും മനസ്സിലായി. നൊട്ടേഷനാണ് ഏതൊരു വ്യക്തിയും ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ഇതാണ് മക്കളെ d²y/dx²ന്റെ അഥവാ സെക്കൻഡ് ഓർഡറിന്റെ നൊട്ടേഷൻ. സോ 20 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു x⁻19 ഉണ്ട്. എന്താണ് x⁻19 ഡെറിവേറ്റീവ്? 19x⁻18. സോ 19x⁻18. സോ 20 into 19. Hope you all know it is same as 380. 19 38 33 380 x⁻18. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്. പണ്ട് എക്സാമ്പിൾ വെച്ചാൽ y എന്ന് പറയുന്നത് എക്സിന്റെ കോസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് d²y/dx²? ഇത് കാണുമ്പോൾ പേടിക്കും കുറച്ചു, പക്ഷെ പേടിക്കാനൊന്നുമില്ല. ആദ്യം കാണുന്നു ഫസ്റ്റ് ഓർഡർ dy/dx. എന്താ ചെയ്യാ? ഇവിടെ നോക്കുമ്പോൾ 2 ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. ആദ്യ ഫംഗ്ഷൻ എക്സ്, രണ്ടാമത്തവൻ കോസ് എക്സ്. 2 ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി വാണ്ട് ടു യൂസ് പ്രൊഡക്റ്റ് റൂൾ. എന്താ ഉപയോഗിക്കണ്ടേ? പ്രൊഡക്റ്റ് റൂൾ വേണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവനാണ് സെക്കൻഡ് ഫംഗ്ഷൻ. എന്താണ് പ്രൊഡക്റ്റ് റൂൾ പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, അതായത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഇതാണ് മക്കളെ നമുക്ക് എന്ത് ഇതിന്റെ ഫോർമുല വരുന്നത്. സോ എല്ലാ മക്കളും ഫോർമുല നിർബന്ധമായിട്ട് പഠിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ട്. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. എന്താണ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് സെയിം ആസ് 1. സോ കോസ് എക്സ് ഇൻറ്റു 1. സോ ദി ഫൈനൽ ആൻസർ ഇസ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഫൈനൽ ആൻസർ അല്ലാട്ടാ, dy/dx. ചോദ്യം എന്താ? ചോദ്യം d²y/dx² ആണ്. d²y/dx². ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഭയങ്കര ഫാഷനായിട്ട് ഡി എഴുതുന്നതാണ്. ഒന്നാശാന പാനക്കൊന്നും പ്രശ്നമുണ്ട്, ശരിയാവുന്നില്ല കേട്ടാ. അതുകൊണ്ടാണ് ഇത് പാഷൻ എന്നല്ല കേട്ടാ, ഇത് അറിയാണ്ട് വരുന്ന d²y/dx². പ്രത്യേകം ഇവന്റെ ഡെറിവേറ്റീവ് ആണ്. വീണ്ടും നോക്കാം.
ഇവൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇവൻ്റെ ഡെറിവേറ്റീവ്. ആദ്യമായിട്ട് നോക്കുമ്പോൾ എക്സ് ഉണ്ട്, സൈൻ എക്സ് ഉണ്ട്, രണ്ടുപേരുടെ ഡെറിവേറ്റീവ് വേണം, മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഒന്നും ആലോചിക്കണ്ട. വി വാണ്ട് ടു യൂസ് പ്രൊഡക്റ്റ് റൂൾ. സോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ നെഗറ്റീവിന് ആദ്യം കോമൺ ആയി പുറത്തു എഴുതി. ബാക്കി എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, രണ്ടാമത് കിടക്കുന്ന സൈൻ എക്സ് ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആരാ സെക്കൻഡ് ഫംഗ്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം അത് സൈൻ എക്സ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഒന്നാമതുള്ള എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് അറിയാം. ഇത്ര കലർ ഒക്കെ ആണല്ലോ. ബാക്കി എന്തുണ്ട്? ഇവിടെ പ്ലസ് ഉണ്ട്, ഞാൻ പ്ലസ് എഴുതി. ഇവിടെ കോസ് എക്സ് ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് മൈനസ് സൈൻ എക്സ്. സോ ദി ആൻസർ ഇസ് നെഗറ്റീവ് ഉള്ളിലേക്ക് പോയി, മൈനസ് എക്സ് കോസ് എക്സ്. ഈ നെഗറ്റീവ് പോയി മൈനസ് സൈൻ എക്സ്, ആൻഡ് ഓൾറെഡി ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട്. സോ മൈനസ് എക്സ് കോസ് എക്സ്, മൈനസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ എക്സ്, രണ്ടുപേരില്ലേ -2 സൈൻ എക്സ്. ഓക്കെ, ഇതാണ് മക്കളെ ഇതിൻ്റെ d² y dx² എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോക്കട്ടെ, y എന്ന് പറയുന്നത് log x ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് d² y dx²? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കുന്നു dy dx. എല്ലാവർക്കും അറിയാം അത് 1/x ആണ്. സെക്കൻഡ് ഓർഡർ d² y dx². 1/x ഡെറിവേറ്റീവ് എന്താണ്? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 1/x എന്ന് പറയുന്നത് x raised to -1 ആണ്. എല്ലാവരും നോട്ട് ചെയ്യണം. സോ x raised to -1 ഡെറിവേറ്റീവ് അത് x raised to n ഫോർമാറ്റ് ആണ്, nx raised to n -1. സോ -1 into x raised to -1 -1 into x raised to -2. The answer is -1 divided by x². സോ 1/x ഡെറിവേറ്റീവ് -1/x² ആണെന്ന് എല്ലാ മക്കളും ഓർത്തിരുന്നാൽ നല്ലതാണ്. അത് പഠിപ്പിക്കാനാണ് ബേസിക്കലി ഞാൻ ഈ കാണുന്ന ക്വസ്റ്റൻ ചെയ്തത് കേട്ടോ. ഈ കാണുന്ന 1/x ഡെറിവേറ്റീവ് -1/x². അതൊന്ന് ഓർമ്മിപ്പിക്കാൻ, പഠിപ്പിക്കാനല്ല, ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനെന്ത് ഈ കാണുന്ന ക്വസ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്ത്. ഞാൻ മുന്നോട്ട് പോകുന്നു, അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു. ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. നെക്സ്റ്റ് വൺ, y = sin inverse x. Show that 1 - x² d² y dx² - x dy dx = 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 മെത്തേഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മെത്തേഡ് പറയാം, ഭാവിയിൽ ഞാൻ വേറെ മെത്തേഡ് പറഞ്ഞുതരാം. ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡ് ഇത്ര മാത്രമാണ്. നമ്മൾ നേരെ തന്നെ dy dx കാണും. ബേസിക്കലി സൈൻ ഇൻവേഴ്സ് എക്സിന്റെ dy dx ഡെറിവേറ്റീവ് 1/√1 - x². ഇതെല്ലാം കുറയും, സംശയമില്ല. ഇനി എന്ത് ചെയ്യുക, ഇവനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളവൻ ആരാണോ അവനെ നമ്മൾ നേരെ ഇടതുഭാഗം കൊണ്ടുവരാം. അത് ഇതിൽ മാത്രമല്ല, ട്രൂ ദാറ്റിന്റെ ഏത് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ ഉള്ളവൻ ആരാണോ അവനെ നേരെ ഇടതുഭാഗം കൊണ്ടുപോകുന്നു. സോ √1 - x² into dy dx = 1. ഇതാ മക്കളെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ LHSൽ ഇടതു ഭാഗത്തിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് 1 - x²ഉം മറ്റൊന്ന് dy dx ഉം. We will use product rule over here. First function √1 - x² into derivative of second dy dx ഡെറിവേറ്റീവ്. എന്താണ് dy dx ഡെറിവേറ്റീവ്? ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് dy dx. അതാണ് എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പഠിച്ച d² y dx². സോ dy dx ഡെറിവേറ്റീവ് ആരാണ്? d² y dx². സോ d² y dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് dy dx ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഒന്നാമത് കിടക്കുന്ന √1 - x² ഡെറിവേറ്റീവ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇപ്പുറം ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് √1 - x², അതായത് ബേസിക്കലി ഡെറിവേറ്റീവ് ഓഫ് 1 - x² ഹോൾ റേസ് ടു 1/2. ഇതൊരു x raised to n എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ്. x raised to n. x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താണ്? nx raised to n - 1. സോ n എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2
ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n മൈനസ് 1 1/2 മൈനസ് 1. കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ പുറത്തുള്ള ആളുടെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. ഇനി ഇടത് ഭാഗം പിടിച്ച് ഉള്ളോട്ട് ആരെ കണ്ടു? 1 കണ്ടു. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇറ്റ് ഈസ് 2x. സോ 1/2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 മൈനസ് 1/2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് മൈനസ് 1/2 ആണ്. ഇൻറ്റു മൈനസ് 2x. ഇതാ മക്കളെ 2ഉം 2ഉം മുട്ടിപ്പോയി. ആൻഡ് ഹോപ്പ് യു ഓൾ നോ ഒരു മൈനസ് ഉണ്ട്, ഒരു എക്സ് ഉണ്ട്. സോ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു മൈനസ് 1/2. ഈ കാണുന്ന ഹോൾ റേസ് ടു മൈനസ് 1/2 നമുക്ക് വേണമെങ്കിൽ നേരെ താഴത്തോട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഞാനിതാ തൽക്കാലം ഇങ്ങനെ എഴുതി. നമുക്ക് നോക്കാം ഏതാണ് യൂസ്ഫുൾ ആവാന്ന് കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് വരുന്നത്. സോ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇൻറ്റു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അഥവാ റൂട്ട് കേട്ടോ. നമുക്ക് എന്താണ് വേണമെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞ് എഴുതാൻ ചെയ്യാം. റൂട്ട് കാരണം പവർ 1/2 എന്നാണ്, റൂട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതും ആണ്. ഇനി ഇതിന് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് വേറെ വഴിയില്ലേ? എളുപ്പം ഒഴുകണടാ. എങ്ങനെയാ? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. റൂട്ട് എക്സിന്റെ എന്താ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് എക്സ്. സോ 1 ഡിവൈഡഡ് ബൈ 2 ടൈംസ് റൂട്ട് എക്സ് ആരാ? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഉള്ളോട്ട് ആരെ കണ്ടു? 1 കണ്ടു. ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയർ എന്ന ഡെറിവേറ്റീവ് മൈനസ് 2x. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് നെഗറ്റീവ് എഴുതി. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 2x. ഇതാ 2 2 മുട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് എന്താ വേണമെങ്കിൽ ഇങ്ങനെയും എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ്. രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടും. കാരണം എക്സാം പോയിന്റ് ഓഫ് നോക്കുന്നതാണ്. വേറെ പവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് മെത്തേഡും കാണിച്ച് തന്നിരിക്കുന്നത്. മൂവിങ് ഓൺ. അപ്പോൾ പ്ലസ് ഇതിന്റെ കഴിഞ്ഞു കേട്ടോ. ആൻഡ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ഈക്വൽ ടു 0. നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു 0 കിട്ടി. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ ഒന്നും കൂടി ഒരു റീ അറേഞ്ച്മെന്റ് വേണം. നമുക്ക് എന്താണ് ഇവിടെ താഴെ ആരുണ്ട്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. ടേക്ക് LCM. അതായത് ബേസിക്കലി ഇവിടെ താഴത്ത് 1 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ ക്രോസ് ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എല്ലാവർക്കും അറിയാം. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആണ്. സോ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഒരു മൈനസ് എക്സ് ഉണ്ട്, ഞാൻ എഴുതി മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ആൻഡ് ചോദിക്കും ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ടതെന്ന്. 1 ഇൻറ്റു മൈനസ് എക്സ് തന്നെയാണ് കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഈ കിടക്കുന്ന ഹോൾ ഡിനോമിനേറ്റർ എപ്പോഴും കൊണ്ടുപോയി 0 ഇൻറ്റു എനി നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണെന്ന്. സോ ഇവനെ നേരെ മാച്ച് കളഞ്ഞു, അവസാനിച്ചു. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പ്രൂവ് ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. തീർന്നു. നെക്സ്റ്റ് വൺ നോക്കാം. ഇനി വേറെ മെത്തേഡ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് കാണാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാം. ഈ കാണുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാം. അത് നമുക്ക് എന്താണ് പിന്നീട് ഒരിക്കൽ ലൈവിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. ഇറ്റ്സ് ഗുഡ് വൺ. എക്സാമിന്റെ സ്ഥിരം സാന്നിധ്യമാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ചോദ്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇവനും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ y1 ഉം y2 ഉണ്ട്, അത് കൺഫ്യൂഷൻ ആയിരിക്കും. y1 എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുക ഡി വൈ ബൈ ഡി എക്സ് ആണ്. ആൻഡ് y2 എന്ന് പറയുന്നത് ആ നൊട്ടേഷൻ മീൻ ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്.
സോ ഈ രണ്ട് നൊട്ടേഷൻസും എല്ലാ മക്കളും ഒന്ന് മനസ്സിലാക്കണം. y1 എന്ന് പറയുന്നത് dy/dx ആണ്, ആൻഡ് y2 എന്ന് പറയുന്നത് d² ഡിവൈഡഡ് ബൈ dx² ആണ്. സോ y അറിയാം. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ യു ഫൈൻഡ് dy/dx. കണ്ടു എന്തായിരിക്കും? ഇതൊരു x² പോലെയാണ്. സോ 2x. സോ 2 into tan inverse x. കഴിഞ്ഞോ? ഇല്ല, പുറത്താളെ കഴിഞ്ഞു. ഇനി ഇടത് ഭാഗം പിടിച്ച് ഉള്ളോട്ട് ആരെ കണ്ടു? tan inverse x നെ കണ്ടു. ഡെറിവേറ്റീവ് ഓഫ് tan inverse x ഇറ്റ് ഇസ് സെയിം ആസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x². ഓക്കെ, ഇതാണ് സംഭവം. ഈ പറയുന്ന ഡിവൈഡഡ് ബൈ 1 പ്ലസ് x² ഉണ്ട്. ഞാൻ അവനെ നേരെ ഇപ്പുറം എഴുതി. ഇപ്പം എന്ത് കിട്ടി? ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ല, എന്താ? വലതു ഭാഗത്ത് ആരാണോ ഡിനോമിനേറ്റർ ഉള്ളത് അവനെ നമ്മൾ നേരെ ഇപ്പുറം എഴുതുക. അതാണ് ഇവിടുത്തെ ഏറ്റവും കീ സ്റ്റെപ്പ്. സോ 1 പ്ലസ് x² ഇൻറ്റു dy/dx ഈക്വൽ ടു 2 tan inverse x. എന്താ ചെയ്യണ്ടേ? ഇനി പണ്ടത്തെ പോലെ തന്നെ ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ഇവിടെ എന്താ? ഇവിടെ രണ്ടുപേരുണ്ട്. ഒന്നാമത്തവൻ ഇവൻ, രണ്ടാമത്തവൻ 11. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy/dx ന്റെ ഡെറിവേറ്റീവ് എന്താണ്? d² y/dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 പ്ലസ് x² എന്ന ഡെറിവേറ്റീവ് 1 ന്റെ ഡെറിവേറ്റീവ് 0 x² 2x. അങ്ങനെ കഴിഞ്ഞു. ഈക്വൽ ടു 2 ഇൻറ്റു ഈ 2 എഴുതി. ഡെറിവേറ്റീവ് ഓഫ് tan inverse x. tan inverse x ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x². ദാറ്റ്സ് ഓൾ. എന്തെയാ? ഞാൻ നേരെ പ്രൂവായിട്ട് നോക്കിയപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 മാത്രമേ ഉള്ളൂ. 2 മാത്രം മതി. സോ ഇവൻ പ്രശ്നക്കാരനാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ ഈ കാണുന്നവനെ ഇടത് ഭാഗത്ത് കൊണ്ടുവന്നു. ഇടത് ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ ടേമിലേക്കും ഞാനിതാ ഇവനെ മൾട്ടിപ്ലൈ ചെയ്തു. ഓരോന്നിലേക്കും ശ്രദ്ധിക്കണം, ഓരോന്നിലേക്കും. സോ ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് x² ഉണ്ട് ഇൻറ്റു 1 പ്ലസ് x². സോ 2 പേരുണ്ട്. സോ 1 പ്ലസ് x² ഹോൾ സ്ക്വയർ ആയി മാറി ഇൻറ്റു d² y/dx². ഒന്നാശാണ് ഇത് x ആണെങ്കിൽ ഇത് x, അപ്പൊ x ഇൻറ്റു x x². അതേ ലോജിക് കേട്ടാ. പ്ലസ് ഒരു 2x ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് എഴുതി വെച്ചു. ഇൻറ്റു എന്ത് വേണം? 1 പ്ലസ് x² നേരെ ഇടതുഭാഗം വന്നു ഇൻറ്റു 1 പ്ലസ് x². ബാക്കിയോടെ ഒരു dy/dx ഉണ്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? x² പ്ലസ് 1 ഹോൾ സ്ക്വയർ y2 which means d² y/dx² plus 2x into x² plus 1 y1 which means dy/dx equal to 2. Simple proof. So at last a simple question for you guys. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം, എന്ന് കൂടി തരുന്നു. എനിവേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കാണുമ്പോഴാണ് പേടിയാവുക അല്ലേ? ഇങ്ങനെ കണ്ടു പേടി, പക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ല, അത് കോമഡിയാ അല്ലേ? അതേപോലെയാണ് ഇവനും. ഇങ്ങനെ കാണുമ്പോൾ പേടിയാവും, പക്ഷെ കോമഡി ആക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് അറിയാം? ഇവനെ നേരെ ഇപ്പുറം കൊണ്ടുവരാം. അതായത് e⁻y ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 1. പറ്റിയ? ഇനി വേണമെങ്കിൽ ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അതുമല്ലെങ്കിൽ രണ്ട് സൈഡും ലോഗ് അപ്ലൈ ചെയ്യാം. സോ ലോഗ് e⁻y ഈക്വൽ ടു ലോഗ് 1 by x plus 1. log e⁻y എന്ന് പറഞ്ഞാൽ അത് y ആണ്. മനസ്സിലാക്കണം, y log e ആണ് കേട്ടോ. ഈ y നേരെ താഴെ വന്നു കേട്ടോ. y log e. log e യുടെ വാല്യൂ 1 ആണ് കേട്ടോ. അത് എഴുതി കേട്ടോ എല്ലാവരും കേട്ടോ. മച്ചു. ഇറ്റ് ഈസ് ഓഫ് ദി ഫോം സം log a by b. log a by b എന്ന് പറഞ്ഞാൽ log a മൈനസ് log b ആണ്. സോ log 1 മൈനസ് log x പ്ലസ് 1. log 1 എന്ന് പറയുന്നത് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. log e 1ഉം log 1 0 കേട്ടോ. അടിപൊളി. ഇതാണ് മക്കളെ പോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ dy/dx കണ്ടുപിടിക്കാം. നിങ്ങളുടെ dy/dxും അതുപോലെ d² y/dx² എല്ലാം കണ്ടുപിടിക്കാം. ആൻസർ എഴുതുക. ഹോപ്പ് യു ഓൾ എൻജോയ് ദി ക്ലാസ്. ആൻഡ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിനകത്ത് എല്ലാവരും രേഖപ്പെടുത്തുക.
നമുക്ക് മറ്റു വീഡിയോയിൽ പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്, താങ്ക് യു ഓൾ, സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം Xylem Learning. ബൈ.